ജമ്മു കശ്മീരിലെ കത്വയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണസംഖ്യ 7 ആയി. കാണാതായവർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SDRFും ജമ്മു കാശ്മീർ പോലീസുമുണ്ട്. പക്ഷേ കാലാവസ്ഥ മോശമാണ്. മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ ജോത് ഘാട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമം അത് ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പ്രത്യേകിച്ചും അവിടേക്ക് റോഡുകളും പാലങ്ങളും ഉണ്ടായിരുന്നതെല്ലാം പിന്നെ തകർന്നു. അതുകൊണ്ട് വളരെ വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് 7 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അതിൽ 5 പേരും കുട്ടികളാണ്. 2 വയസ്സ് പ്രായമുള്ള ചെറിയൊരു കുട്ടി വരെ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പിന്നീട് മരിക്കുകയും മൃതശരീരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 6 പേർ ഇപ്പോൾ പരിക്കേറ്റ് ഈ ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെടുത്തി പത്താൻകോട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലും പലയിടത്തും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തുടർന്നും മിന്നൽ പ്രളയം ഉണ്ടാവാനുള്ള സാധ്യതയും അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകിയിരിക്കുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം ഈ തടസ്സങ്ങളെല്ലാം വെല്ലുവിളിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി അർജുൻ.